സുമതി വളവ് ഇടുന്ന എറണാകുളത്തേക്ക് അഭിലാഷ് പിള്ള മാറ്റി, അദ്ദേഹത്തിൻ്റെ സൗകര്യത്തിനായിരിക്കും. അപ്പോൾ തിരുവനന്തപുരത്തുകാർക്ക് നന്ദിയുണ്ട്. കാരണം ഇനിയിപ്പോൾ അങ്ങോട്ടൊക്കെ നമ്മൾ തെങ്കാശിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ പേടിക്കാതെ പോകാം. സുമതി വളവില്ല, അവിടെ നിന്ന് മാറ്റി, ഇപ്പോൾ എറണാകുളത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ സിനിമ വഴി മാറ്റി. ആര് വരച്ച്? ഞാൻ വരച്ചൊന്നുമില്ല, ഇനി വേറെ ആരെങ്കിലും വരച്ചിട്ടുണ്ടെന്ന് അറിയില്ല. തണുപ്പ് കൊണ്ട് വരച്ചിരുന്നു. ഭയങ്കര നല്ല സൂപ്പർ തിയേറ്ററാണ് ഏരീസ് ഫ്ലക്സ്. കാണുന്നവർ കാണട്ടെ, ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. പക്ഷേ പൈസയ്ക്ക് വറുത്തൊന്നുമല്ല സാധനം. ആവറേജ്. നമ്മൾ സുമതിയെ പ്രതീക്ഷിച്ച് പോയി, അർജുൻ അശോകനെ കണ്ടു, അത്രേ ഉള്ളൂ. പേടിക്കാനായിട്ട് ഇൻ്റർവെൽ വരെയെങ്കിലും കൊള്ളാം. അതിനുശേഷം പിന്നെ അർജുൻ അശോകൻ അങ്ങനെ ആറാടിയെന്നോളം പറയാൻ. ഞാൻ കേട്ടിട്ടുള്ള കഥയായിട്ടൊരു ബന്ധമില്ല, എന്നാലും അവർ ആ കഥ എഴുതിയ ആളുടെ ഒരു ഭാവനയിൽ അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മിക്സ് ചെയ്തപ്പോഴത്തേക്ക് എവിടെയെങ്കിലും ഒരു പാളിച്ച പറ്റായിരുന്നു നമ്മളുടെ സംവിധായകന്. പക്ഷേ കുഴപ്പമില്ല, ഒരു വൺ ഡേ വാച്ചബിൾ. പേടിക്കാൻ അങ്ങനെ തോന്നിയിട്ടില്ല, എന്നാലും ഒരു വൺ ഡേ വാച്ചബിൾ. അങ്ങനെ ഒരു നല്ല കഥയാണ്, പക്ഷേ അത് എടുത്തിരിക്കുന്ന ഒരു ശൈലി, പിന്നെ പാട്ട് കൂടുതലായിട്ട് ഒരു കല്ലിയടിയായിട്ട് തോന്നി. കുഴപ്പമില്ല, വൺ ഡേ വാച്ചബിൾ. പാട്ട് കൊള്ളാം, കുഴപ്പമില്ല. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പടം നല്ല പടം ബ്രോ, കണ്ടുകൊണ്ടിരിക്കുക. ഒരു ആവറേജ്. നമ്മൾ സുമതിയെ പ്രതീക്ഷിച്ച് പോയി, അർജുൻ അശോകനെ കണ്ടു, അത്രേ ഉള്ളൂ. എടുത്ത് പറയാൻ പേടിക്കാനായിട്ട് ഇൻ്റർവെൽ വരെയെങ്കിലും കൊള്ളാം. അതിനുശേഷം പിന്നെ അർജുൻ അശോകൻ അങ്ങനെ ആറാടിയെന്നോളം പറയാൻ. പടം കൊള്ളാം, നല്ല പടമാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. അഭിനയം എല്ലാം കൊള്ളാം, കോമഡിയും വർക്കൗട്ട് ആയിട്ടുണ്ട്. സുമതിയെ പറ്റി നമുക്ക് കഥ കൂടുതൽ അറിയാൻ പറ്റുന്നുണ്ട്. നല്ല പടമാണ്. കേട്ട കഥ ചെറുതായിട്ട് നമ്മൾ കേട്ട കഥയൊക്കെ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പണ്ടത്തുള്ള കാലത്ത് നടന്ന കാര്യങ്ങളെല്ലാം അതിൽ പറയുന്നുണ്ട്. അതിന് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. സുമതി എന്ന് പറഞ്ഞാൽ എന്താണ്, ആ വളം എന്നതിനെ പറ്റി നമുക്ക് അറിയാൻ പറ്റും. കൊള്ളാം, പടം കൊള്ളാം, നല്ല പടമാണ്. ഫസ്റ്റ് ഹാഫ് കൊള്ളാം, സെക്കൻഡ് ഹാഫ് കുറച്ചെന്തോ പോലെ തോന്നി. ബാക്കിയുള്ള കൊള്ളാം. കേട്ടൊരു കഥ, ഞാൻ കേട്ടിട്ടുള്ള കഥയായിട്ടൊരു ബന്ധമില്ല, എന്നാലും അവർ ആ കഥ എഴുതിയ ആളുടെ ഒരു ഭാവനയിൽ അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പേടിക്കാനുള്ള ഫസ്റ്റ് ഹാഫിൽ എനിക്ക് കുറച്ചൊക്കെ പേടിക്കാനുള്ളതായിട്ട് തോന്നി. ഇൻ്റർവെല്ലിന് കുറച്ച് മുമ്പുള്ള ഒരു 10-15 മിനിറ്റ് അടിപൊളിയാണ്. ചേട്ടാ പടം അടിപൊളി, റിപ്പീറ്റായിട്ട് കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം ഈച്ച് ആൻഡ് എവറി എലമെൻറ്റ് സ്ക്രിപ്റ്റ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പുതിയ കുറേ നാൾക്ക് ശേഷം സ്ക്രീനിൽ കുറേ ആൾക്കാരെ കാണാൻ പറ്റി. പിന്നെ ആ ഒരു ഹൊററും ഫാൻറ്റസിയും ഹ്യൂമർ എല്ലാം കൂടെ മിക്സ് ചെയ്തപ്പോഴത്തേക്ക് എവിടെയെങ്കിലും ഒരു പാളിച്ച പറ്റായിരുന്നു നമ്മളുടെ സംവിധായകന്. പക്ഷേ അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല. അടിപൊളിയായിട്ട് മൂവി വന്നിട്ടുണ്ട്. ആര് പറഞ്ഞു? അത് അവർ വേറൊരു ലോകത്തിൽ അതിൽ പറഞ്ഞ പോലെ മറ്റേ സിദ്ധാർത്ഥ വരെ തന്നെ ഒരു സാധനം കൊടുക്കുന്നുണ്ട്. അതാ മറ്റേ കഴിച്ചിട്ട് പറഞ്ഞാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. 90-ലെ സിനിമയാണ് ഉദ്ദേശിച്ചത്. 90-ലെ സിനിമ അത് ശരിയാണ്. 90-ലെ ചെരുപ്പ് 90-ലെ കൊണ്ടുവന്നിട്ടുണ്ട്, 90-ലെ വണ്ടി നമ്പർ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ വണ്ടിയുടെ പെയിൻറ്റ് മാറിപ്പോയി, 90-ലെ പെയിൻ്റ് ഇല്ല. അങ്ങനെ പലതും 90-ലല്ല. പിന്നെ പറയുന്ന എല്ലാവർക്കും അറിയാവുന്ന പോലെ സുമതി വളവെന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ഒരു സ്ഥലമാണ്, അല്ലേ? തിരുവനന്തപുരത്ത് ഒരു സ്ഥലമാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു പേര് ഓപ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ക്യാരക്ടേഴ്സൊക്കെ ഏത് ഭാഷ സംസാരിക്കണം? സുമതി വളവ് ഇടുന്ന എറണാകുളത്തേക്ക് അഭിലാഷ് പിള്ള മാറ്റി, അദ്ദേഹത്തിൻ്റെ സൗകര്യത്തിനായിരിക്കും. അപ്പോൾ തിരുവനന്തപുരത്തുകാർക്ക് നന്ദിയുണ്ട്. കാരണം ഇനിയിപ്പോൾ അങ്ങോട്ടൊക്കെ നമ്മൾ തെങ്കാശിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ പേടിക്കാതെ പോകാം. സുമതി വളവില്ല, അവിടെ നിന്ന് മാറ്റി, ഇപ്പോൾ എറണാകുളത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ സിനിമ വഴി മാറ്റി. സുമതി വളവിൻ്റെ ഹൊറർ എലമെന്റ്സ് ഒക്കെ സിനിമയിൽ എങ്ങനെയുണ്ട്? അതൊക്കെ ഞെട്ടി. ആര് വരച്ച്? ഞാൻ വരച്ചൊന്നുമില്ല, ഇനി വേറെ ആരെങ്കിലും വരച്ചിട്ടുണ്ടോന്ന് അറിയില്ല. തണുപ്പ് കൊണ്ട് വരച്ചിരുന്നു. ഭയങ്കര നല്ല സൂപ്പർ തിയേറ്ററാണ് ഏരീസ് ഫ്ലക്സ്. അപ്പോൾ അവരുടെ തണുപ്പ് കൊണ്ട് വരച്ചിരുന്നു, അല്ലാതെ ഇവരുടെ ഹൊറർ കണ്ടിട്ടാരും വരയ്ക്കൊന്നുമില്ല. വേറും സംഭവം എന്ന് പറഞ്ഞാൽ ഒരു 10 സിനിമയെങ്കിലും റെഫർ ചെയ്യണ്ടേ? അതിന്നെങ്കിലും 2 കോപ്പി അടിച്ചിട്ടെങ്കിലും ചെയ്തിരുന്നു. എന്താണ് ഉദ്ദേശിച്ചത്? എല്ലാ അതിലെ ഒരു നല്ല സാധനം എന്ന് പറഞ്ഞാൽ കോമഡിയാണ്. 2-3 സ്ഥലത്ത് ചിരിക്കാൻ പറ്റി, അത് മാത്രമാണ് അതിലെ ഗുണം. ബാക്കിയെല്ലാം ഈ പറഞ്ഞതുപോലെ. പിന്നെ 1-2 കാര്യങ്ങൾ എടുത്തു പറഞ്ഞാൽ സിദ്ധാർത്ഥ് ഭരതൻ്റെ അഭിനയം അടിപൊളിയായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സുരേഷ് ഗോപിയുടെ മകൻ്റെ നല്ല പെർഫോമൻസാണ്. അയാൾ നല്ല കാലിബറുള്ള, ഇവിടെ ഇനി വേറൊന്നും കൊണ്ട് പറയല്ല, സുരേഷ് ഗോപിയെക്കാളും മുകളിൽ വരാൻ സാധ്യതയുള്ള ഒരു കാലിബറുള്ള നടനാണ്. അയാൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഇതിൽ ആ ഡയറക്ടർ ഒരു ചെറിയൊരു എലമെൻറ്റും എങ്കിലും അയാളുടെ ആ ആറ്റിറ്റ്യൂഡും അയാളുടെ ആ സ്ക്രീൻ പ്രസൻസൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതൊന്നുമില്ല. ചുമ്മാ ടീമുകളെ തന്നെ വെച്ച് അവരൊരു പിക്നിക് മൂഡിൽ ചെയ്ത സാധനം. കുറേ ഈ ഗോകുലം സാറിൻ്റെയും മറ്റേ നമ്മുടെ വാട്ടർമാൻ്റെയൊക്കെ പൈസ കളയാൻ വേണ്ടിയിട്ടുള്ളൊരു ഉദ്യമമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും കാണുന്നവർ കാണട്ടെ, ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. പക്ഷേ പൈസയ്ക്ക് വറുത്തൊന്നുമല്ല സാധനം. ഇല്ല, ഒന്നുമില്ല. അങ്ങനെയുള്ള ഒരു സാധനമുള്ളൂ. കൊച്ചു പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ വെറുതെ അവരെ ഡിസ്റ്റർബ് ചെയ്യിക്കാനുള്ളൂ. കാരണം ഒരു സ്ക്രീൻ പ്ലേ ഒന്നൊരു ലെവലിലൊന്നുമല്ല പോകുന്നത്. എന്തൊക്കെയോ വെട്ടിമുറിച്ച് ഈവൻ ഷോർട്ട് ഫിലിമിൻ്റെ ക്വാളിറ്റി പോലും ഇല്ലാത്ത മൊണ്ടാഷ്, ഒരു ആവശ്യമില്ലാത്ത കുറേ ഇത് കാണിച്ചു കഴിഞ്ഞ് ഒരു സീൻ കാണിച്ചു കഴിഞ്ഞാൽ ഒരു പുഴ കാണിക്കും, അത് കഴിഞ്ഞിട്ട് വേറെ ഒരു കിളികൾ പറക്കുന്ന കാണിക്കും. ഇന്നത്തെ ഇവിടുന്ന് അവർ 80-93 മേക്കിംഗ് കൂടെ ഇതിൽ വരുത്തിയിട്ടുള്ളതാണെന്ന് അറിഞ്ഞൂടെ. എന്തായാലും ഞാൻ ടോട്ടലി ഡിസപ്പോയിൻറ്റഡ് ആണ്. വലിയ ഒരു സംഭവമൊന്നുമില്ല ഇതിന്.